ഓരോ ദിവസവും 100 കണക്കിന് കള്ളപ്രവാചകന്മാരാണ് ഈ ലോകത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങൾ സൂക്ഷിക്കുക. കള്ളപ്രവാചകന്മാർ, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ ഈ ഭൂമിയിൽ എഴുന്നേറ്റിട്ടുണ്ട്. അവരെ നോക്കി അങ്ങുമെങ്ങും ഒന്നും പോകണ്ട. ചിലപ്പോൾ നമ്മുടെ സഭകളിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ ആരാധനകളിൽ അവർ വന്ന് പ്രസംഗിക്കും. അവരെ സൂക്ഷിച്ചു കൊള്ളണം. വെളിപാട് പുസ്തകത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന് വരുന്ന തവളകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ഭുതങ്ങൾ കാണിക്കും, അടയാളങ്ങൾ കാണിക്കും, എന്നിട്ട് ഇവരെല്ലാം വശീകരിക്കും, സാത്താൻ്റെ അടുക്കിലേക്ക് വശീകരിക്കും, ദൈവത്തിനെതിരെ തിരിയുവാൻ. അവരുടെ ചതിയിൽ നിങ്ങൾ പെട്ടുപോകരുത്. അവരൊരു പക്ഷേ നിങ്ങൾക്ക് വലിയ ഓഫറുകൾ തരും. അവർ വെളിച്ചപ്പാടത്തികളുടെയും വെളിച്ചപ്പാടന്മാരുടെയും ആത്മാവ് കയറിയിട്ട് നിങ്ങളുടെ വീട്ടിനകത്തുള്ള സകല കാര്യങ്ങളും വിളിച്ചു പറയുമായിരിക്കാം. നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരം, നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അലമാര, നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന ചെയർ, നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാം പറയുമായിരിക്കും. നിങ്ങളുടെ പേര് പറയും, നിങ്ങളുടെ വീട്ടിലുള്ള സകലരുടെയും പേര് പറയും. കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, വെള്ളിയും പോലും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ ഇന്ന് പലരും പറയുന്നത്, നിങ്ങൾക്ക് ഇതാ സമൃദ്ധി വരാൻ പോകുന്നു, നിങ്ങളുടെ വീട്ടിൽ സ്വർണം വന്ന് കുമിഞ്ഞുകൂടാൻ പോകുന്നു, നിങ്ങൾ 100 രൂപ ഇങ്ങോട്ട് തരുമ്പോൾ 110 രൂപ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പോകുന്നു, 2000 രൂപയുള്ളൊരു കൊടുത്തേ, 5000 രൂപയുള്ളൊരു കൊടുത്തേ, 1000 രൂപയുള്ളൊരു കൊടുത്തേ, ഇല്ലാത്തൊരു ഗൂഗിൾ പേ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ചെയ്യുവാണ്. അവരുടെ വയറാകുന്നു അവരുടെ ദൈവം. ഈ കള്ളപ്രവാചകന്മാർക്ക് ആഡംബര ജീവിതം നയിക്കുവാൻ വേണ്ടി ആളുകളെ വശീകരിച്ച് അവരുടെ കയ്യിലുള്ള ധനവും അവരുടെ സമ്പത്തും സകലവും കൈക്കലാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവർ ഭയങ്കര വർഷിപ്പ് ലീഡേഴ്സ് ആയിരിക്കും. ഭയങ്കരമായിട്ട് വ്യാജമായിട്ടുള്ള അന്യഭാഷകൾ പറയും. അത് കേൾക്കുമ്പോഴേ ദൈവമക്കൾ അങ്ങ് വീണു പോകും. ഇവർ പറയുന്ന ദൂത് കേട്ട് കൈയടിക്കരുത്. ദൈവത്തിൻ്റെ മക്കൾ ഇങ്ങനെയുള്ളവരുടെ മുൻപിൽ ചെന്ന് ഇരിക്കരുത്. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ നിറയണം. ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, നമ്മുടെ മുൻപിൽ നിൽക്കുന്നയാൾ കള്ളപ്രവാചകനാണോ, ദൈവത്തിൻ്റെ ആത്മാവിലുള്ളവനാണോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ നമുക്ക് പറ്റണം. കാരണം നിങ്ങൾ സ്വർഗരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വശീകരിക്കുവാൻ കള്ളപ്രവാചകനിലൂടെ തവളയെ പോലുള്ള ദുരാത്മാക്കൾ വരും. അവൻ പല അത്ഭുതങ്ങളും കാണിക്കും. പതിയെ പതിയെ സ്വർഗരാജ്യത്തിൻ്റെ വഴി നിന്നും വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. കള്ളപ്രവാചകന്മാരുടെ കെണിയിൽ വീഴാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പിലോട്ട് ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.